ഒരു ചെറിയ കുഞ്ഞ് മരിച്ചു. അതിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്തു. ഈ കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങിൽ ആ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും കരഞ്ഞില്ല. അവർ വളരെ എന്താ പറയുക, ഇപ്പം വളരെ നിർവികാരതയോടെ ഇരിക്കുകയായിരുന്നു. അതിന് വന്ന കമൻറ്റുകൾ കാണണോ? അച്ഛനും അമ്മയും അല്ലേ, ഇവർക്കെന്താ ഇമോഷൻ ഇല്ലേ, ഇവർക്ക് സങ്കടമില്ലേ, ഇവരുടെ ഹൃദയം കല്ലാണോ? ഇമാതിരി ചോദ്യങ്ങളാണ് അതിനകത്ത് വന്നത്. എടോ, ദുഃഖം ഇങ്ങനെ വേണോ? നിങ്ങളോടൊക്കെ ആരാ പറഞ്ഞത്? എവിടെയാണ് അതിനൊരു റൂള്? ഇങ്ങനെ ദുഃഖിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ സങ്കടം വന്നാൽ നേരെ പൊട്ടിക്കരണമെന്ന് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞാലുണ്ടല്ലോ, തലച്ചോറ് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ വർക്കിംഗ് നിർത്തി. പിന്നെ കുറച്ച് നേരത്തെ തന്നെ വേണം ഹൃദയത്തിന്റെ വർക്കിംഗ് കണ്ടിന്യൂ ചെയ്യിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഈ അവയവദാനം എന്ന് പറയുന്ന സാധനം പ്രാക്ടിക്കലി പോസിബിൾ ആകുന്നത്. എടോ, അവനവന്റെ കുഞ്ഞ് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് അതിന്റെ പേരൻസിനോട് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന വികാരം എന്താണെന്ന് മനസ്സിലാക്കി നോക്കി, വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കി. പിന്നെ എങ്ങനെയാണ് ഇവർക്ക് സങ്കടമില്ല, അവർക്ക് വിഷമമില്ല എന്ന് പറയാൻ പറ്റുന്നതെന്ന് എനിക്കറിയാൻ വയ്യാതെ. എടാ, ഈ കാര്യം കേട്ടപ്പോൾ അവർ ഷോക്കായി പോയി കാണും, അവർ ഫ്രീസായി പോയി കാണും. അവർക്ക് ഈ ഇമോഷൻ ഒന്നും വർക്ക് ചെയ്യുന്നില്ല അവരുടെ ബ്രെയിനിൽ. കാരണം അത്രയും വലിയ പ്രശ്നം, അല്ലെങ്കിൽ ബ്രെയിൻ അത്രയും ഓവർലോഡ് ആയിട്ടിരിക്കുകയാണ്. ഇമോഷൻ വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിൻ വർക്ക് ചെയ്യണ്ടേ? ഇത് വർക്ക് ചെയ്യുന്നില്ല. അവർക്ക് ഇമോഷൻസ് വരുന്നില്ല, അവർക്ക് കണ്ണുനീര് വരുന്നില്ല. അതുകൊണ്ട് അവർക്ക് സങ്കടമില്ലെന്നാണോ ചിന്തിക്കണ്ടേ? ചില ആൾക്കാർ സങ്കടം വന്നാൽ അലറി വിളിച്ച് കരയും, ചിലർ ഫ്രീസ് ആയിട്ടിരിക്കും. അതിപ്പോ ഇങ്ങനെ ഇരിക്കാവുള്ളൂ. നിങ്ങൾ അവിടെ സിനിമ വെച്ചിട്ടാണോ ഈ ഒരു മനുഷ്യന്റെ ജീവിതത്തിനെ കണക്ക് കൂട്ടുന്നത്? സിനിമയിലാണ് എന്തെങ്കിലും സംഭവിച്ചാൽ അങ്ങ് അലറി വിളിച്ച് കരയും. എന്തുകൊണ്ടാണ് ഇവിടെ കരയാത്തെ? അത് സിനിമയുടെ, ഇത് ജീവിതമാണ്. എന്താണ് അവരുടെ ഇമോഷൻസ് എന്ന് അവർക്കേ അറിയത്തുള്ളൂ. ഇനി ആ അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞെന്ന് വിചാരിച്ചോ, എന്ത് പറയും? അമ്മ കരയുന്നത് നോർമലാ, അമ്മ കരയണം. അയ്യോ, സങ്കടം വന്നാൽ അന്നേരം അമ്മ കരയണം. അച്ഛൻ ഇവനാണല്ലേ, ഇവൻ ഇതൊക്കെ സഹിക്കണ്ടേ, ഇവനല്ലേ ഈ കുടുംബത്തിന്റെ എന്ന് ചോദിക്കല്ലേ? ഈ നാടങ്ങനല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, ആണുങ്ങൾ കരയരുതെന്ന്. അയാൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടായിരിക്കുന്നറിയോ? എന്തുകൊണ്ട് ആണുങ്ങൾ കരയണ്ടെന്ന് നിങ്ങൾ ഈ പറയുന്നത്? ആണുങ്ങൾ കരയരുത്, പെണ്ണുങ്ങൾക്ക് നിർബന്ധമായിട്ടും കരയണം. ഏത് കോപ്പിലെ റൂൾസ് ആടൂ? ഈ അമ്മയെന്ന് പറയുന്ന ആള് ആ കുഞ്ഞിനെ 9 മാസം വയറ്റി ചുമന്ന ആളാണ്. ആദ്യമായിട്ട് ആ കുഞ്ഞ് കരയുന്നത് കേട്ടിട്ടുള്ള ആളാണ്. ആ കുഞ്ഞിന്റെ അത് ചിരി കണ്ട ആളാണ്. മനസ്സിലായില്ലേ? ഈ അമ്മയിൽ കൂടെ ആ കുഞ്ഞ് ഇപ്പോഴും ഭക്ഷണം കഴിച്ച് ജീവിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ പിന്നെ എങ്ങനെയാ നീ അവർക്ക് ദുഃഖമില്ല എന്ന് പറയാൻ പറ്റുന്നത്? ഈ സംസ്കാരത്തിന്റെ ചടങ്ങൊക്കെ ഒരു ദിവസം കൊണ്ട് കഴിയും, അടക്കിന്റെ കാര്യങ്ങളൊക്കെ. ഇവരുടെ വേദന എത്ര കാലം നിൽക്കും? ജീവിതാവസാനം വരെ നിൽക്കുകയല്ലേ? ഈ മീഡിയയും ചാനലും കോപ്പും നാട്ടുകാരും എല്ലാം കൂടെ അങ്ങ് പോയി കഴിയുമ്പോൾ തന്നെ ഇവര് താമസിച്ചിട്ട് ഇവര് ജീവിച്ചിരുന്ന ഇവർ ഉറങ്ങിയ റൂമിലേക്ക് കയറുമ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ കുഞ്ഞിന്റെ കളിപ്പാട്ടങ്ങൾ അവിടെ ഉണ്ടാവില്ലേ? ആ കുഞ്ഞിന്റെ ഉടുപ്പുകൾ ഉണ്ടാവില്ലേ? ഇനി അതിലാണ് ആ കുഞ്ഞിലിടേ. ഒരു മനുഷ്യന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാര്യത്തിനെ കുറിച്ച് ചിന്തിച്ചപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ ചിന്തിച്ച ഒരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ കുഞ്ഞിന് ഇതുപോലെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അവയവ ദാനം ചെയ്യാൻ നമ്മൾ സമ്മതിക്കുമോ? അറിയില്ല. ചെയ്യണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ആപത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നതാണ് നല്ല കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ട്. അന്നേരത്തെ ഇമോഷൻ നമുക്ക് എന്താണെന്ന് അറിയില്ലടേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. സ്വന്തം കുഞ്ഞ്, ആ കുഞ്ഞ് സാധാരണഗതി ഒരാൾ എന്ത് പറയും? തുടരുതെന്ന് പറയല്ലേ? പറയും. പക്ഷെ അവരെന്താ ചെയ്തത്? ആ കുഞ്ഞിന്റെ ഏതെങ്കിലും ശരീര അവയവം കൊണ്ട് മറ്റുള്ള കുഞ്ഞുങ്ങൾ രക്ഷപ്പെടുന്ന, അല്ലെങ്കിൽ മറ്റുള്ള ആ ജീവനുകൾ രക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അത് നന്നായിക്കോട്ടെ എന്നല്ല അവർ ചിന്തിച്ചേ. അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടല്ലേ ഇപ്പോഴും ഈ 4-5 ജീവനുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതുപോലെ പോകാലായിരുന്നോ? കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കും, തല കൊണ്ട് ചിന്തിക്കും. പിന്നെ എന്ത് കോപ്പിനാ ഈ തലച്ചോറൊക്കെ തന്നേക്കുന്നേ? സങ്കടമില്ലാത്ത ഒരാൾ ചെയ്യുന്ന കാര്യമാണോ ഇങ്ങനെ സ്വന്തം കുഞ്ഞിന്റെ അവയവം ദാനം ചെയ്യാന്നുള്ളത്? അതോ നല്ല മനസ്സുള്ള ആൾക്കാർ ചെയ്യുന്നതാണോ? എന്നിട്ട് നിങ്ങൾ എന്താ കണ്ടത്? അവർ കരഞ്ഞില്ലെന്ന് ഒരു കിണ അറിയത്തില്ല, എന്നിട്ട് കമന്റ് ഒന്ന് കൊണയടിച്ചോണ്ടിരിക്കും. ഒരു ഫാമിലി അവരുടെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, ഏറ്റവും നശിച്ച ഒരു സമയത്ത് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടെ കമന്റ് ബോക്സിനകത്ത് അവരുടെ ദുഃഖത്തിന്റെ അളവെടുക്കുക. എടേ, സത്യത്തിൽ ഒരു ഇമോഷനിലായി ഇരുന്ന ആൾക്കാർ അവർ കരയുന്നുണ്ട്, നമ്മൾ കണ്ടില്ല. അതാണ് പ്രശ്നം. അല്ലാതെ ഈ കണ്ണിക്കൂടെ ഈ വെള്ളം വന്നാലേ കരയുന്നുള്ളൂ, ഇല്ലെങ്കിൽ അലറി വിളിച്ച് എന്റെ മോനെ കുഞ്ഞെ എന്ന് പറഞ്ഞ് നിലവിളിച്ചാലേ കരയുന്നുള്ളൂ, അവർക്ക് സങ്കടമുള്ളൂ എന്ന് എങ്ങനെയാണ് ഈ തീരുമാനിക്കുന്നത്? എവിടെ അതിന്റെ പേപ്പർ ഒന്ന് കാണിച്ചേ, എവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? കണ്ണിക്കൂടെ ഇത് വന്നാലേ, അലറി വിളിച്ചാലേ സങ്കടമുള്ളൂ, അല്ലെങ്കിൽ സങ്കടമില്ല എന്ന്. അവർ മരവിച്ച് പോയടേ അച്ഛനും അമ്മയും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഈ സാഹചര്യത്തിൽ നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയേ. എങ്ങനെ താങ്ങും? ഇങ്ങനെയുള്ള കാര്യത്തിലെങ്കിൽ ഈ ഒരു മനുഷ്യത്വപരമായിട്ട് ചിന്തിക്കാൻ നോക്ക്. അല്ലാതെ ഒരാളുടെ ഇമോഷൻ അവർ വെച്ചിട്ട് നിങ്ങളുടെ സൗകര്യത്തിന് അവർ കരയണമായിരുന്നു, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അവർ ചെയ്യണമായിരുന്നു, ഇതെന്നെ സിനിമയാണോ? നിങ്ങൾ ചിന്തിക്കുന്ന പോലെ അങ്ങോട്ട് ഉണ്ടാക്കാനായിട്ട്?